എൻ്റെ സഹപ്രവർത്തകൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമായ അബ്ദുൽ ഖാദർ കള്ളനാട് ഈ പരിപാടിക്ക് സ്വാഗതം അരുളിയ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി KBTD, എൻ്റെ സഹപ്രവർത്തകരായ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി KB മുഹമ്മദ് കുഞ്ഞി, ട്രഷറർ അമീദ് മാങ്ങാട്ട്, അബ്ദുല്ല കുഞ്ഞി കീഴൂർ, മുഹമ്മദ് കുഞ്ഞി, ജിലയിൽ കോയ അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം, ജില്ലാ, പഞ്ചായത്ത് നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെമ്മനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പഴയകാലത്ത് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഈ ജില്ലയിൽ പ്രധാന പഞ്ചായത്തിൽ ഒന്നാണ് ചെമ്മനാട് പഞ്ചായത്ത്. സാധാരണ മർഹൂം ചെർക്കളം അബ്ദുല്ല സാഹിബ് ജില്ലാ മുസ്ലിം ലീഗ് യോഗത്തിൽ സാധാരണ പറയാറുണ്ട്, ചെമ്മനാട് പഞ്ചായത്തിനെ കണ്ട് പ്രവർത്തനത്തെ കൂടി പഠിക്കണം. അത്രത്തോളം പഴയകാലത്തെ നേതാക്കളെയും അതുപോലെ തന്നെ പ്രവർത്തനത്തിലും സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു പഞ്ചായത്താണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചെമ്മനാട് പഞ്ചായത്ത്. ആ പഞ്ചായത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടും അതുപോലെ പ്രാസംഗികന്മാരൊക്കെ ഉദ്ഘാടന പ്രസംഗത്തിലൊക്കെ വളരെ വിശദമായി സംസാരിച്ചു. ഇത്രത്തോളം പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു പഞ്ചായത്തിൽ നമുക്ക് ശാസ്ത്രീയമായി വാർഡ് തലങ്ങളിൽ പ്രവർത്തനം നടത്താൻ കഴിയുന്നുണ്ടോ എന്ന് ഇന്നിവിടെ എത്തിയിട്ടുള്ള എൻ്റെ സഹോദരന്മാർ വളരെയേറെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ബലം, നമ്മുടെ ശക്തി, നമ്മുടെ പേരും പെരുമയും നിലനിർത്തേണ്ട ഘടകമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വാർഡ് കമ്മിറ്റികൾ, അവിടെ പോഷക സംഘടനകൾ. അപ്പൊ അത് പ്രവർത്തനം സജീവമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഇന്ന് വന്ന നേതാക്കന്മാർ അവരവരുടെ വാർഡിൽ നിരന്തരമായി പരിശ്രമം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. നമ്മൾ ഈ ക്യാമ്പൊക്കെ നടത്തുന്നത്, ഈ കൗൺസിൽ മീറ്റിംഗ് സംസ്ഥാന കമ്മിറ്റി ക്യാമ്പാണ് നടത്താൻ പറഞ്ഞത്. മണ്ഡലം ക്യാമ്പൊക്കെ നടന്നു നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലയിലും, അതുപോലെ പഞ്ചായത്ത് ക്യാമ്പുകളും കൗൺസിൽ മീറ്റുകളും ഇപ്പോൾ നടക്കുകയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കാണുന്നത് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ എപ്പോഴും വരുന്നൊരു ഓഫീസാണ് പഞ്ചായത്ത് ആസ്ഥാനം. ആ ആസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗിന്റെ സഹായവും സഹകരണവും അവർക്ക് വേണ്ട എല്ലാ വികസനവും എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത എല്ലാവരാലും ആദരിക്കപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ അംഗങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. അത് ചെയ്തു കൊടുക്കാനും നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് കാലേ കൂട്ടി തന്നെ ക്യാമ്പുകൾ നടത്തിക്കൊണ്ട്, പോരായ്മകൾ നികത്തിക്കൊണ്ട്, മുസ്ലിം ലീഗിനെ താഴെക്കിടയിൽ നമ്മുടെ കെട്ടുറപ്പ് ഭദ്രതയും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി
ഒരു വലിയ തെരഞ്ഞെടുപ്പിന്, സാധാരണക്കാരന് ഗുണം കിട്ടുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി സജ്ജമാക്കണമെന്ന് പാർട്ടി നമ്മളോട് പറഞ്ഞു. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം. അത് ചെയ്തു തീർത്തേ പറ്റും. ഇത് ചെയ്തു തീർക്കാൻ നിരന്തരമായി നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ക്ഷണിക്കിച്ച് ഇവിടെ യോഗം ചേരുമ്പോ പകുതിയാള് വരുന്ന പങ്കെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മുസ്ലിം ലീഗ് മാറാൻ പാടുണ്ടോ ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് നേതാക്കന്മാരാണ്, നമുക്ക് ചിന്തിക്കേണ്ട കാര്യം. നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച ഈ പ്രസ്ഥാനം അന്ന് ഇത്രയൊന്നും സൗകര്യമായിരിക്കും ഉണ്ടായിരുന്നില്ല. ബാഫക്ക് തങ്ങളെ പോലുള്ള ആളുകൾ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം, പാണക്കാട് പൂക്കോയ തങ്ങളെ പോലുള്ള CH മുഹമ്മദ് കോയ പോലുള്ള ആളുകൾ, സമ്നാട് സാഹിബ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കുറെ യോഗത്തിൽ, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവും, നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ട് പ്രസംഗിക്കാൻ പോലെ ബസ്സിലും ട്രെയിനിലുമാണ്, രാത്രി കടന്നുറങ്ങൽ പള്ളിയിലാണ്. അങ്ങനെ പല നേതാക്കന്മാരും പ്രവർത്തിച്ച് കാത്തു സൂക്ഷിച്ച് ഇന്ന് വലിയ സൗകര്യത്തോടു കൂടി വന്ന നമ്മുടെ ഈ പ്രസ്ഥാനം നമ്മളെ കൊണ്ട് നശിക്കാൻ പാടില്ല എന്നുള്ളത് ഓരോ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേതൃത്വം ഏറ്റെടുക്കുമ്പോ ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്, സൗകര്യമുള്ള ആളെ നേതൃത്വം ഏറ്റെടുക്കേണ്ടതുള്ളൂ. സൗകര്യം ഇല്ലാത്ത ആൾ നേതൃത്വത്തെ ഏറ്റെടുത്ത് പ്രസ്ഥാനത്തിന് നശിപ്പിക്കേണ്ട. പ്രവർത്തിക്കാൻ സൗകര്യമുള്ള ആളുകൾ ഏറ്റെടുക്കണം. പാർട്ടി മെമ്പർഷിപ്പ് വന്നു. പാർട്ടി മെമ്പർഷിപ്പ് വരുമ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂട്ടി സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കഴിയില്ല, ബാക്കിയുള്ള ആൾ ഏറ്റെടുക്കും, ബാക്കിയുള്ള ആൾ അത് ചെയ്തു തീർക്കും എന്ന് തോന്നുന്ന ആ രീതി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മാറ്റണം. നമ്മളെ നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴി അതല്ല. അതുകൊണ്ട് നമ്മളെ ഇസ്സത്ത് നിലനിർത്താൻ, ചെമ്മനാട് പഞ്ചായത്തിന്റെ ഇസ്സത്ത് നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നേതൃത്വം ഏറ്റെടുത്താൽ അത് താഴേക്കിടയിൽ പ്രവർത്തനം സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇങ്ങനെയുള്ള യോഗങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് യോഗം വിളിച്ചു ചേർത്തത്. വലിയ ഓളം ഉണ്ടാക്കി, AC ഉള്ള ഓളം, ആരും കഷ്ടപ്പെടണ്ട, ചൂടെടുത്തിട്ട് എന്തൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് പോലും ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരുന്നില്ലെങ്കിൽ അവർക്ക് നേരത്തെ പറഞ്ഞത്, സ്വാഗത പ്രസംഗത്തിൽ അധ്യക്ഷൻ പറഞ്ഞത് വിശദീകരണ ലെറ്റർ അയക്കുമെന്നാണ്. ഞങ്ങളും മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിയ ക്യാമ്പിൽ വിശദീകരണം ഞാൻ കർശനമായും പറഞ്ഞു. വിശദീകരണം ചോദിക്കും, നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞു. അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് പെട്ട അനുഭവം, ആ ഒപ്പിട്ട ലിസ്റ്റ് കാണാതെ പോയി എന്നുള്ളതാണ്. ആരോ കുബുദ്ധികൾ ഈ ലിസ്റ്റ് നോക്കാൻ വേണ്ടി വാങ്ങി അത് അങ്ങനെ കൊണ്ടുപോയ ഒരു ചരിത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. ഇതുവരെ ഞങ്ങൾക്ക് യോഗം കൂടി തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരോടും ആരാണെന്ന് സംബന്ധിച്ചത് എന്ന് ഇപ്പോ ലിസ്റ്റ് എടുക്കുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത്രത്തോളം കുബുദ്ധികളും ഇതിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് ചെമ്മനാട് പഞ്ചായത്തിന്റെ അങ്ങനെ ആയിക്കൊണ്ടാന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ലിസ്റ്റെല്ലാം ഒന്ന് കറക്റ്റ് വെക്കണം. നമ്മളെ സെക്രട്ടറി അന്ന് ആരോ ഒന്ന് ചോദിച്ചപ്പോ ലിസ്റ്റ് കൊടുത്തു, അത് അങ്ങനെ കൊണ്ടുപോകും. ഇതുവരെ ചോദിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്, അതാണ് സ്ഥിതി. അപ്പൊ അതുകൊണ്ട് അതൊന്നുമല്ല പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേതാക്കന്മാർ നമ്മളെ പാർട്ടിയെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇത് നാളെ പരലോകത്തും ഗുണം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തണം എന്നുള്ളത് എന്ന രീതിയിലാണ്. അപ്പൊ നമ്മളെ ഇഖ്ലാസോടുകൂടി, നമ്മ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല,
നമ്മുടെ പാവപ്പെട്ട സമുദായത്തിന് നമുക്ക് കിട്ടിയ അവകാശങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ച് എന്തൊക്കെ നമുക്ക് നടത്താൻ കഴിയും, അത് ആത്മാർത്ഥമായി പ്രവർത്തനം നടത്തി അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നതായാലും ജില്ലാ കമ്മിറ്റിയിൽ ഒരു പ്രശ്നത്തിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് എനിക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരന്മാർ, ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കന്മാർ, നമ്മുടെ വാർഡുകളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നേരത്തെ പറഞ്ഞ പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട്. നമ്മളെ വലിയ വോട്ടുകൾക്ക് വിജയിച്ച ആ സന്തോഷത്തിലാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ആ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായത്. അത് നിലനിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് അഹോരാത്രം പരിശ്രമിക്കേണ്ടതുണ്ട്. എല്ലാവരെയും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി നമ്മൾക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എല്ലാവരും പ്രതിപാദിക്കുന്ന ഒരു പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട്. നമ്മളല്ല പറയുന്നത്, മറ്റുള്ള പാർട്ടികളാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. ഒരു പത്രം ഒരിക്കൽ പറഞ്ഞു, എന്തോട്ടോ ഒരു ചാനൽ പറഞ്ഞു, നമ്മുടെ തങ്ങളെ മുഖ്യമന്ത്രിയാക്കിയാൽ ഈ കേരളം രക്ഷപ്പെടുമെന്ന് ഒരു അഭിപ്രായം പറഞ്ഞു. ആ സ്ഥിതിയിലേക്ക് മുസ്ലിം ലീഗ് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെറുതല്ല, നമ്മൾ വലുതാണ്. നമ്മൾ ആത്മാർത്ഥതയുള്ള പ്രവർത്തനമാണ് നമുക്ക് പ്രധാനം. ആ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അത് പോകണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ ശക്തി ഏറ്റവും താഴേക്കിടയിൽ ശാഖാതലങ്ങളിലും വാർഡുതലങ്ങളിലുമാണ്. അവിടെ ശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ നേതാക്കളും ആത്മാർത്ഥമായി ശ്രമിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വനിതാ ലീഗിന്റെ പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ മണ്ഡലത്തിലും വളരെയേറെ ഉത്തരവാദിത്വത്തോടുകൂടി വീട് വീടാന്തരം ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ മുസ്ലിം ലീഗ് പറഞ്ഞത്, മുസ്ലിം ലീഗിനോടൊപ്പം മുസ്ലിം ലീഗ് വനിതാ ലീഗിന്റെ മെമ്പർഷിപ്പ് നൽകി. നേതൃത്വം അതാണ് പറഞ്ഞത്. ആദ്യം രാവിലെ ഒരു കമ്മിറ്റി വരുമ്പോ, ഒരു വാർഡിൽ ശാഖയിൽ കമ്മിറ്റി വരുമ്പോ ആദ്യം വനിതാ ലീഗ് കമ്മിറ്റി നിലവിൽ വരണം, അതിനുശേഷം മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി നിലവിൽ വന്നാൽ മതി. അത്രയും കർശനമായി മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്താൻ നമ്മളോട് പറഞ്ഞു. അങ്ങനെ കുറെ കമ്മിറ്റികൾ വന്നു. ശാഖാ കമ്മിറ്റികളിൽ വനിതാ ലീഗ് വരാത്ത കമ്മിറ്റി ഇപ്പോഴും ഉണ്ടാവും. അതും പരിശോധിച്ച് വനിതാ ലീഗിനെ ഒരു നമ്മളെ ഖേദപ്രകടനം നടത്തിയിട്ടൊന്നും കാര്യമില്ല. അവിടെ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഏത് വാർഡായാലും അവിടെ വനിതാ ലീഗിന്റെ കമ്മിറ്റി വന്നിട്ടുണ്ടോ, ഇല്ലെങ്കിൽ വരണം, നിർബന്ധമായും വരണം. യൂത്ത് ലീഗിന് തന്നെയാണ്. നമ്മൾ മുഖം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പാർട്ടിയാണ് പറയുന്നത്, പാർട്ടിയാണ് വലുത്. പറഞ്ഞാലും പ്രസംഗിച്ചാലൊന്നും പോരാ, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി എല്ലാവരും ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ ഉത്തരവാദിത്വം ശരിക്കും പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കണം. അതിന് സർവശക്തൻ തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.